Toonsന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴയുടെ അവിടേക്കാണ് വന്നേക്കണേ. അപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇത് എന്തിനാണ് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് വെച്ചിട്ട് കുറേ ആർട്ട് വർക്കും അതുപോലെ ക്രാഫ്റ്റ് വർക്കും ഗാർഡൻ ഡെക്കർ ഐഡിയാസും ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പോണേ. സോ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു നൈഫും പിന്നെ കുറച്ച് കവറും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപയോഗിച്ച ശേഷം എന്തെങ്കിലും ബാക്കി വന്ന ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോരരുത്. ഒരു അക്വാസ്കേപ്പിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെറേറിയ ഉണ്ടാക്കുമ്പോഴോ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പോണത്. അത്യാവശ്യം നല്ലൊരു ടെക്സ്ചറൊക്കെ ഉള്ള ഒരു കല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നമുക്കൊരു അടിപൊളി കല്ല് കിട്ടിയിട്ടുണ്ട്. ഈ കല്ല് വെച്ചിട്ട് നമുക്ക് കുറെ അക്വേറിയം മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടെറേറിയം വെക്കുകയാണെങ്കിൽ ഈ കല്ല് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അതിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് മുളയുടെ വേര് നല്ലപോലെ മണ്ണിൽ സ്പ്രെഡായി കിടക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ചെറിയ പീസുകളും നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യമാണ്, ഈ വീഡിയോ കണ്ടിട്ട് ആരും പോയിട്ട് പുഴയിൽ നിന്ന് മണ്ണും മണലൊന്നും വാരിക്കൊണ്ടുവരുത്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയൽസ് മാത്രം പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യുക. ഇത് കണ്ടിട്ട് മുളയുടെ വേരിൻ്റെ ഒരു പോർഷനാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഇതിൻ്റെ ഈ ടെക്സ്ചറും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും ഡ്രിഫ്റ്റ് പോലെയൊക്കെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാൻ കുറേ കാശ് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങും. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. കാഴ്ചയിൽ ഇതിന് നല്ല സൈസൊക്കെ ഉണ്ടെങ്കിലും ഇതിനധികം വെയിറ്റ് ഇല്ല. ഇതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് പൊള്ളയാണ്. പിന്നെ ഇതിൻ്റെ കുറേ പോർഷൻസ് ദ്രവിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കിട്ടിയ കല്ലും പിന്നെ ഈ ഒരു വുഡിൻ്റെ പീസൊക്കെ കൂടി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസിലാണ് നിൽക്കണേ. അപ്പോൾ നമുക്ക് ഇതിനെ ചെറിയ പീസുകളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ വെച്ചിട്ടുള്ള വർക്കുകൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ പാറക്കെട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയ പീസുകളൊക്കെ താഴ്ത്ത് പൊട്ടിക്കെടുക്കുന്നുണ്ടാവും. അതും നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് വെക്കാൻ പറ്റിയ പോലത്തെ ചെറിയ പീസാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ തൊട്ട് വെച്ച് പൊടിഞ്ഞു പോരും. പക്ഷെ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ അക്വേറിയങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പല തരത്തിലുള്ള ജീവികളും അപകടങ്ങളും അവിടെ ഉണ്ടാവും. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനത്തെ ചെറിയ ഫേൺസ്. അപ്പൊ ഇത്രയും ഈർപ്പുള്ള ഒരു സ്ഥലത്ത് എന്തായാലും കുറെ ഫേൺസിന്റെ വെറൈറ്റീസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഏരിയയിൽ വരികയാണെങ്കിൽ ഇതും കൂടി നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനത്തെ ടെക്സ്ചറുള്ള കല്ലുകളൊക്കെ നമുക്ക് കുറച്ച് കളക്ട് ചെയ്തെടുക്കാം. കല്ലിന്റെ ചെറിയ പീസുകളാണെങ്കിലും നമുക്കത് ജോയിന്റ് ചെയ്തിട്ട് പല വർക്കുകളും ലാൻഡ്സ്കേപ്പും അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇവിടുന്ന് നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ ഓരോ വർക്കൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഗുഡ് ബൈ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പോകരുത്. കൂടെ 2-3 ആൾക്കാർ ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കമന്റ് സെക്ഷനിൽ ചോദിച്ച ഒരു കാര്യമാണ് വാട്ടർ പ്ലാന്റ്സ് കളക്ട് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വാട്ടർ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ചില വാട്ടർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അതും കൺഫ്യൂസ്ഡ് ആണ്. അതായത് വാട്ടർ പ്ലാന്റ് ആണോ അതോ പുല്ലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ പുല്ല് കംപ്ലീറ്റ് പോയിട്ട് വാട്ടർ പ്ലാന്റ്സ് മാത്രം ആവുന്ന ഒരു ടൈം വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ ലീഫ് കണ്ടിട്ട് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് തോന്നണത്. അതുപോലെ ചില പ്ലാന്റ്സ് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് പുതിയ ഇലകളൊക്കെ വന്ന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സ്പെഷ്യലായി തോന്നിയത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗാർഡൻ ഡെക്കറൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ബാംബൂ ട്രീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടുകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ പുഴയുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ ചിരട്ടകൾ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗം നല്ല സ്മൂത്ത് ആവും. വെള്ളത്തിലൊക്കെ കിടന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇതിലും എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോട്ട് പോലെയൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ജൈൻ്റ് ആയിട്ടുള്ള മോസുകളും കളക്ട് ചെയ്യാം.